ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് ഹെഡിങ് എഴുതുക. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് ഹെഡിങ് എഴുതാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ്. അപ്പം അതിനകത്ത് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പം അതിനകത്ത് നമുക്ക് ഇങ്ങനൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്, അല്ല ഇങ്ങനൊരു കോൺകേവ് ലെൻസ് വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് വരയ്ക്കണം? കോൺകേവ് ലെൻസിന് ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം. അതിൻ്റെ കൃത്യം എന്ത് ചെയ്യുക? സെൻറ്ററിലായിട്ട് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യണം. പിന്നെ ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസ്, ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസ്, ഇങ്ങോട്ടൊരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. എപ്പോഴും ആലോചിക്കണം, കോൺകേവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കസ് ആണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ മുകളിലും താഴെയായിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ മുകളിലും താഴോട്ട് വരച്ചു. അപ്പോൾ എന്താ, പാരലായിട്ടുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യുക? തന്നെ ഇങ്ങനെ പോകുന്നു. പാരലായിട്ടുള്ള ലൈറ്റ് റേസ് തന്നെ ഇങ്ങനെ പോകുന്നു. അതേപോലെ അത് എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഇല്ലേ? റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു, തന്നെ ഇങ്ങനെ പോകുന്നു. പക്ഷേ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് വേണ്ട ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇമേജ് ഇവിടെ എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഫോക്കസിലെ ഇതുവഴി നോക്കിയാലേ ഉള്ളൂ ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ ലെൻസിനകത്തൂടെ തന്നെ നോക്കിയാലേ ഇവിടെ ഇമേജ് ഇരിക്കുന്നതായിട്ട് കാണത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഇമേജ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇമേജ് അറ്റ് എന്താണ്? ഇമേജ് അറ്റ് ഫോക്കസ് എന്ന് പറയാൻ പറ്റില്ല. വെർച്വൽ ഇമേജ് ഫോക്കസ് എന്ന് പറയാൻ പറ്റില്ല. വെർച്വൽ ഇമേജ് എന്ന് എഴുതുന്നത്. വെർച്വൽ ഇമേജ് അതായത് ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഉണ്ടാകുന്നത്. അത് പക്ഷേ എവിടെയായിരിക്കും? ലെൻസിനകത്തൂടെ നോക്കുവാണെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മുടെ കണ്ണുകൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ ഇമേജ് കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം എഴുതിക്കുക ഇമേജ് അറ്റ് ഫോക്കസ്. ഇമേജ് അറ്റ് ഫോക്കസിൽ തന്നെയാണ്. അടുത്തത് എന്താണ്? വെർച്വൽ ആണ്. ഇറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതും പോയിന്റ് സൈസ്ഡ് ആണ്. ഇനിയും ഒരു ഇമേജോടുള്ള ഇമേജിന്റെ ഒബ്ജക്റ്റ് ഒരു റേ ഡയഗ്രാം കൂടെ ഉള്ള എന്താ? ആ റേ ഡയഗ്രാം ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയ്ക്ക് എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഈ സെയിം റേ ഡയഗ്രാം തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. രണ്ടാമത്തെ കേസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ of the lens. Optic center of the lens. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാൻ ഏതെങ്കിലും ഒരു എന്താണ് കോൺകേവ് ഇത് വരയ്ക്കുക. എന്നിട്ട് കൃത്യം സെൻറ്ററിൽ കൂടെ എന്ത് വരയ്ക്കുക? അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. അതേപോലെ തന്നെ എന്ത് വരയ്ക്കുക? അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുക. ഫോക്കസ് ലെഫ്റ്റ് സൈഡിലെ ഫോക്കസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫോക്കസ് സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയെങ്കിലും വെക്കുക. ഞാൻ തൽക്കാലം തന്നെ ഇവിടെ വെക്കുക. ഇവിടെ ഒബ്ജക്റ്റിനെ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ വെക്കുന്ന സമയത്ത് നോക്കിക്കോളൂ. ഇവിടെ ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഇവിടെ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആരോ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നു. എന്നിട്ട് തന്നെ ഇവിടെ നിന്ന് പാരലായിട്ട് തന്നെ ഇങ്ങനെ വരുന്നു. നേരെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ ഇങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. നമുക്ക് വേണ്ട ഈ ഫോക്കസിൽ കൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ നേരെ വരയ്ക്കുക. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ നേരെ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജിനെ ഇതുവഴി നോക്കണം. ഇവിടെ നിങ്ങൾ കണ്ണ് വെച്ചിട്ട് ഇതുവഴി നോക്കുവാണെങ്കിൽ, ഈ ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ ആ ലെൻസിനകത്തൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ആ ഇമേജിനെ കാണത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ എന്താണ്? വെർച്വൽ ആണ്. ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ് ആദ്യം എഴുതേണ്ടത്. ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. നേച്ചർ എന്തായിരിക്കും?
നേച്ചർ റിയൽ ആയിരിക്കും, നേച്ചർ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. ക്ലിയർ ആണോ? ഡൗട്ടുള്ളവർ ചോദിക്കണം കേട്ടോ, ഡൗട്ടുള്ളവർ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് വരച്ചു കഴിഞ്ഞോ? എലിജ എന്ന് പറഞ്ഞേ, എലിജ. ഓക്കെ. അക്ഷിത? കഴിഞ്ഞു. ശ്രേയ? കഴിഞ്ഞു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഹെഡിങ് എഴുതിക്കോ, ലെൻസ് ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ. ലെൻസ് ഫോർമുല എന്ന് എഴുതിക്കോ. നമ്മളവിടെ മിറർ ഫോർമുല പഠിച്ചു, ഇവിടെ നമ്മൾ ലെൻസ് ഫോർമുല പഠിക്കുന്നു. മിറർ ഫോർമുല പഠിച്ചപ്പോൾ നമ്മൾ 1/f = 1/v പ്ലസ് 1/u എന്നായിരുന്നു എഴുതിയത്. ഇവിടെ ലെൻസ് ഫോർമുല വരുമ്പോൾ 1/f = 1/v മൈനസ് 1/u. ശരിക്കും നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പം 1/u പ്ലസ് 1/v എന്നായിരിക്കും മിറർ ഫോർമുല പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിക്കില്ല, വീനെ ആദ്യം എഴുതി പഠിക്കുക. അപ്പം അതങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടുക്ക് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ലെൻസായി, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ഒരേപോലെ തന്നെ രണ്ടും പഠിക്കുക. കാരണം 1/u പ്ലസ് 1/v എന്ന് എഴുതിയാലും 1/v പ്ലസ് 1/u എന്ന് എഴുതിയാലും ഒരേ എഫക്റ്റാണ്. അത് ലെൻസ് ഫോർമുലയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ 1/v ഏറ്റവും ഫ്രണ്ടിൽ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. ചില സ്കൂളിൽ 1/u പ്ലസ് 1/v എന്നാണ് ചില സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പം ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/f = 1/v മൈനസ് 1/u. ഓക്കെ ആണല്ലോ? അപ്പം ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്. ഇനി മാഗ്നിഫിക്കേഷൻ നോക്കാം. മാഗ്നിഫിക്കേഷൻ മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/f = 1/v പ്ലസ് 1/u. അതെ, ഇതിപ്പോ ലെൻസ് ഫോർമുല ആയോണ്ടല്ലേ മൈനസ് വന്ന്. അതെ. ഓക്കെ. ഇത് മാഗ്നിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് മാഗ്നിഫിക്കേഷൻ അവിടെ നമ്മൾ എന്താ പഠിച്ചത്? മാഗ്നിഫിക്കേഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ അതേപോലെ തന്നെയാണ്. മാഗ്നിഫിക്കേഷൻ ഇസ് എന്താ? hi/ho ആണ്. പക്ഷെ അവിടെ നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, -v/u എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. പക്ഷെ ഇവിടെ m = +v/u ആണ്. -v/u അല്ല, +v/u ആണ്. അപ്പം അത് ഓർക്കണം, അതായത് v/u എന്നങ്ങ് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇതിനെയും ചില്ലിട്ട് വെക്കണം, ഇതിനെയും ചില്ലിട്ട് വെക്കുക. ഇത് രണ്ടും m ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെന്ന് എഴുതാം? hi/ho = v/u എന്നൂടെ എഴുതാം. ക്ലിയർ ആണോ? ഇനി അടുത്ത ടോപ്പിക്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതിക്കോ, പവർ ഓഫ് എ ലെൻസ്. ലെൻസിന്റെ പവർ എന്താണെന്ന് അറിയാമോ? ലെൻസിലോട്ട് വരുന്ന ലൈറ്റിനെ എത്രത്തോളം ഡൈവേർജ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ കൺവേർജ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്, അതാണ് പവർ ഓഫ് ലെൻസ്. കൂടുതൽ ഡീവിയേഷൻ പവർ ഉണ്ടെങ്കിൽ കൂടുതൽ പവർ ഉണ്ടെന്ന് അർത്ഥം, മനസ്സിലായോ? ഇപ്പം കോൺകേവ് ആണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് വീണിട്ട് നല്ലതായിട്ട് ഡൈവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വീണിട്ട് തന്നെ ഇങ്ങനെ പോകാം. അപ്പം പല രീതിയിൽ ഡൈവേർജ് ചെയ്യാൻ പറ്റും. അപ്പം പല രീതിയിൽ ഡൈവേർജ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേ പല പവറായിരിക്കും. ഇപ്പം ഈ ലെൻസിന് 3 രീതിയിൽ ഡൈവേർജ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ലെൻസിന് ഡിഫറെൻറ്റ് രീതിയിൽ ഡൈവേർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പവർ കൂടുതലുള്ള ലെൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഡൈവേർജൻസ് ഉണ്ടാവും. അതേപോലെ പവർ കൂടുതൽ, ഇപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ എന്താ? കോൺവെക്സിന് ചില ലെൻസിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബെൻഡ് ആവും. പക്ഷെ വേറെ ചില ലെൻസിന് ഇങ്ങനെ വന്നിട്ട് ബെൻഡിങ് കുറവായിരിക്കും, മനസ്സിലായോ? അപ്പം പവർ കൂടുതലുള്ളതിന് ബെൻഡിങ് കൂടുതലായിരിക്കും എന്നർത്ഥം. ഓക്കെ, കൂടുതൽ ബെൻഡ് ചെയ്യുന്ന അർത്ഥം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് കൺവേർജൻസ് or divergence of a beam of light falling on the lens. അതായത് കോൺവെക്സ് ആണെങ്കിൽ
കൺവേർജ് ചെയ്യും, കോൺകേവ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ രീതിയിൽ പറയാം, അടുത്ത ഡോട്ടിട്ട് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് വേണമെങ്കിൽ എഴുതാം, ഫോക്കൽ ലെങ്ത് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അതായത് പവർ ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ 1/f ആയിരിക്കും, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പവറിന്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആയിരിക്കും. ഡീനെ പവർ ഓഫ് ലെൻസ് ഒക്കെ നിനക്ക് കിട്ടിയല്ലേടാ ഡീൻ? കിട്ടിയ ഏത് പഠിപ്പിക്കുന്നത് നോക്കാൻ വേണ്ടി കയറിയതാ. ഓക്കെ, നമ്മള് പവർ ഓഫ് ലെൻസ് ആണ് പഠിപ്പിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് നാളെ ന്യൂമറിക്കലായിരിക്കും. ന്യൂമറിക്കലിന്റെ കിട്ടിയില്ലല്ലോ നിനക്ക്? ഫിസിക്സിന്റെ എല്ലാം കിട്ടിയത്, കെമിസ്ട്രിയും മാത്സേ ഉള്ളൂ. ആണ്. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത എടുക്കുമ്പോൾ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിന് കയറിക്കണം. ഓക്കെ. അപ്പം നമുക്ക് ഇനിയും അടുത്ത ഡോട്ട് ഇട്ട് താഴോട്ട് എഴുതിക്കോ, അടുത്ത ഡോട്ട് ഇട്ട് താഴോട്ട് എഴുതിക്കോ, അടുത്ത ഡോട്ട് ഇട്ട് താഴോട്ട് എഴുതിക്കോ, അടുത്ത ഡോട്ട് ഇട്ടിട്ട് താഴോട്ട് എഴുതിക്കോ. ദ SI യൂണിറ്റ് ഓഫ് പവർ, SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്, SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് ഈസ് diopter. It is denoted by capital letter D. ഒരു കാര്യം ആലോചിച്ചോണം, അതായത് വേണേ ബ്രാക്കറ്റിൽ എഴുതിക്കോ, when power is in diopter, focal length should be in meter. ഫോക്കൽ ലെങ്ത് സെന്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആക്കി എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം തരിക, ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് തരിക. അപ്പോൾ നിങ്ങൾക്ക് പവർ ഈസിക്കൽ ടു 1/10 എന്ന് എഴുതിയിട്ട് 0.1 ഡയോപ്റ്റർ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഈ സെന്റിമീറ്ററിനെ നിങ്ങൾ മീറ്റർ ആക്കി മാറ്റണം. എന്നിട്ട് 0.1 എന്താണ് മീറ്റർ എന്നാവും. എന്നിട്ട് എഴുതണം 1/0.1. അപ്പോൾ നമുക്ക് 10/1 എന്ന് കിട്ടും. അപ്പോൾ 10 ഡയോപ്റ്റർ എന്നായിരിക്കും അതിൻ്റെ പവർ വരിക. അപ്പം പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്ററിലാക്കി വേണം ചെയ്യാൻ. അപ്പം വെൻ പവർ ഈസ് ഇൻ ഡയോപ്റ്റർ, ഫോക്കൽ ലെങ്ത് should be in meters. ഇത് ഓർക്കണം, ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? അടുത്തത്, കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ദ പവർ ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ് ആസ് ദ കോൺവെക്സ് ലെൻസ് ഹാസ് എ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ കോൺവെക്സ് വരയ്ക്കുമ്പോൾ ഏത് ഫോക്കസാണ് എടുക്കുന്നത്? ഈ ഫോക്കസ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇതല്ലേ എടുക്കുന്നത്. റൈറ്റിലോട്ട് എടുക്കുന്ന എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് വെച്ചിട്ടല്ലേ പവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ P എന്താ? 1/, ഇപ്പോൾ ഇത് 2 ആണെങ്കിൽ 1/+2 ആണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? +0.5 ആയിരിക്കും. കണ്ടോ? അപ്പോൾ പവർ പോസിറ്റീവ് ആണ്. കാരണം റൈറ്റ് സൈഡിലുള്ള ഫോക്കൽ ലെങ്ത് ആണ് കോൺവെക്സ് ലെൻസിന്റെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് പവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ അടുത്ത ഡോട്ട് എഴുതുന്നത് ദ പവർ ഓഫ് കോൺകേവ് ലെൻസ് ഈസ് നെഗറ്റീവ് ആസ് ദ കോൺകേവ് ലെൻസ് ആസ് എ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു തരാൻ നോക്കിയോ. അതായത് ഒരു കോൺകേവ് ലെൻസ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലൈറ്റ് റേ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോക്കസ് തന്നെ ഇതാണ് എടുക്കുന്നത്, ഇല്ലേ?
അപ്പം ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് ലെഫ്റ്റിലോട്ട് എടുക്കുന്ന എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ ഇപ്പോൾ -2 ആണെങ്കിൽ ഈ നെഗറ്റീവ് ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പവർ കണ്ടുപിടിക്കുക. അപ്പോൾ -2 അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? -0.5 ഡയോപ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ പവർ നെഗറ്റീവ് ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ക്ലിയറാ. ഓക്കെ ക്ലിയർ. ഓക്കെ എലിജയ്ക്ക് ആ ഓക്കെ. ഇവിടെ നോക്കിക്കോളൂ, അടുത്തത് നോക്കിക്കോളൂ. അപ്പം ബെൻഡിങ് കൂടുതലാണെങ്കിൽ പവർ കൂടുതലാണോ കുറവാണോ അക്ഷിത? ഒന്നുകൂടെ പറയാവോ? ബെൻഡിങ് കൂടുതലാണെങ്കിൽ പവർ കുറവാണോ കൂടുതലാണോ? കൂടുതലാ. എന്താ കാരണം? അത് ബെഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും അപ്പം? നീ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. പിന്നെ ആൻസർ പറഞ്ഞേ. ബെൻഡിങ് കൂടുതലാണെങ്കിൽ പവർ എന്തായിരിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും രണ്ടാമത്തെ ചോദ്യം. അറിയത്തില്ല. ഓക്കെ ഇവിടെ നോക്കിയോ, അതായത് നമ്മളൊരു പടം വരയ്ക്കണം. ഈ ഒരു പടം വരയ്ക്കണം. ഈ ലെൻസ് നല്ല തിക്കായിട്ട് വരയ്ക്കണം. ഓക്കെ, തിക്ക് ലെൻസിന് ബെൻഡിങ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഫോക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും. നമുക്കറിയാലോ, പാരലായിട്ടൊരു ലൈറ്റ് റേ വന്നു, അത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് എന്തായാലും ഫോക്കസ് ഇവിടെ പോകത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് ബെൻഡിങ് കൂടുതലാണെങ്കിൽ നോക്കിയോ, ശരിക്കും ഇങ്ങനെ പോകേണ്ടതാണ്. കണ്ടോ, ഇത്രയും ആംഗിൾ ഉണ്ടാക്കി, കണ്ടോ, ഇത്ര ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് നോക്കിയേ, ഫോക്കൽ ലെങ്ത് വേണ്ടി ഇത്രയുമാണ്. ഇവിടുത്തെ ഫോക്കസ് ഇതാണ്, ഫോക്കൽ ലെങ്ത് ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഇഫ് ബെൻഡിങ് ഈസ് മോർ, പവർ ഓഫ് ലെൻസ് will also be more and focal length will be less. കണ്ടോ, അപ്പോൾ പവർ കൂടുതലാണെങ്കിൽ കൂടുതൽ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഫോക്കസ് അടുത്തായിരിക്കണം, ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം. അപ്പോൾ ഫോക്കൽ ലെങ്ത് will be less. ഇനി ഒരു തിൻ ലെൻസ് ആണെങ്കിലോ, ഞാനൊരു തിൻ ലെൻസ് വരയ്ക്കുക, വളരെ തിന്നായിട്ടുള്ളൊരു ലെൻസ് വരയ്ക്കുക. ഈ തിൻ ലെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിന് ബെൻഡിങ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു ലൈറ്റർ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതേ സൈസിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതേ ഇതിൽ തന്നെ വരയ്ക്കാൻ നോക്കിയോളൂ. ഒരു തിന്നായിട്ടുള്ള ലെൻസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഇങ്ങനെ വരയ്ക്കുന്നു. തിന്നായിട്ടുള്ള ലെൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തിന്നായിട്ടുള്ള ലെൻസിന് ബെൻഡിങ് വളരെ കുറവായിരിക്കും. നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു ബെൻഡ് ചെയ്തത്, പക്ഷേ ഇത് ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. നോക്കിയേ, അപ്പം ഇവിടെ ബെൻഡിങ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എവിടെ ആയിരിക്കും? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് ഇവിടെ ആയിരിക്കും. ഇത് വന്ന് മുട്ടുന്നുണ്ടോ, പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോക്കസ് ഒത്തിരി ദൂരെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഫോക്കൽ ലെങ്ത്. ശരിക്കും ഇവിടെ നോക്കി, ഇവിടുത്തെ ആംഗിൾ നോക്കി, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. ഇവിടുത്തെ ആംഗിൾ ഇത്രയേ ഉള്ളൂ. മുകളിലത്തെ ആംഗിൾ നോക്കി, മുകളിലത്തെ ആംഗിൾ വലിയ ആംഗിളാണ്. അപ്പോൾ തിക്കായിട്ടുള്ള ലെൻസ് ആണെങ്കിൽ ബെൻഡിങ് കൂടും. ബെൻഡിങ് കൂടുതലാന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് പവർ കൂടുതലാണെന്ന് അർത്ഥം. പവർ കൂടുതലാണെങ്കിൽ ഈ റിലേഷൻ വെച്ചിട്ട് പവർ ഈസ് 1/f. ഇതിനർത്ഥം എന്തുവാ? പവറും ഫോക്കൽ ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും, കുറവാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടെയും അതേപോലെ തന്നെ എന്താണ്, ഇവിടെ പവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് കുറയുന്നത്. ബെൻഡിങ് കുറയുമ്പോൾ പവർ കുറവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഫോക്കൽ ലെങ്ത് ഒത്തിരി ദൂരെയാണെന്ന് അർത്ഥം. അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെയും എഴുതണം, എന്തെഴുതണം? ഇങ്ങനെ എഴുതാം, ഇഫ് ബെൻഡിങ് ഈസ് ലെസ്, then power will also be less. Focal length will be more. Clear ആണോ?
ക്ലിയർ ആണോ? എലിജയ്ക്ക് ക്ലിയർ ആണോ? ആ അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇത്രയുമേ ഉള്ളൂ. നമുക്ക് ഇനിയും ഫർദർ ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾ ഇത്രയും പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂമറിക്കലിലേക്ക് കയറുകയാണ്. അക്ഷരയ്ക്ക് ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? ഇല്ല. ഇല്ല. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എംപോസിഷൻ തരുന്നത് ചെറുതൊന്നുമില്ല, ഒരു 500 ഒക്കെ ആയിരിക്കും തരുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോണം. സാർ ഈ ഡയോപ്റ്റർ എന്ന് പറഞ്ഞ ഈ പവറിന്റെ യൂണിറ്റ് ആണേ ഉള്ളൂ. ഇപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് വർക്കിന്റെ യൂണിറ്റ് ജൂൾ എന്ന് പറയുന്ന പോലെ തന്നെ അതേപോലെ തന്നെ എന്താണ് സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ എന്ന് പറയും. വേറെ ചോദിച്ചോ, എന്താ വേറെ എന്തോ ചോദിക്കാൻ വന്നേ? നമ്മൾ ഈ കണ്ണാടിയൊക്കെ വെക്കാൻ നേരം അതിന്റെ അത് കോൺവെക്സ് ലെൻസ് അല്ലേ ഇത് വെക്കുന്നത് ഡോക്ടറും? അത് ഓരോന്നിനനുസരിച്ച്, അതായത് നമ്മൾ ഇപ്പൊ അടുത്ത ചാപ്റ്ററിനകത്ത് അത് പഠിക്കും. അതായത് നമുക്ക് ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ നമ്മൾ കോൺകേവ് ലെൻസ് ആ വെക്കുന്നത്, ലോങ് സൈറ്റ് ആണെങ്കിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് ആ വെക്കുന്നത്. മനസ്സിലായോ? ഓരോ കണ്ണിന്റെ ഇതനുസരിച്ചാണ്, കണ്ണിന്റെ ഡിഫക്റ്റ് അനുസരിച്ചാണ് നമ്മൾ കണ്ണാടികൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഷോർട്ട് സൈറ്റ് ആണ്. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അടുത്തുള്ള, ഇനിയിപ്പോ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്, എനിക്ക് ഷോർട്ട് സൈറ്റ് ആണ്, എനിക്ക് അടുത്തുള്ളത് എന്താണ് കാണാം, ദൂരെയുള്ളത് കാണത്തില്ല. ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലെ ലെറ്ററുകളൊന്നും എനിക്ക് കാണത്തില്ല ദൂരെ നിന്ന്. അപ്പം അവിടെ എനിക്ക് ദൂരക്കാഴ്ച, അതായത് അടുത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാം, ദൂരെയുള്ള കാണത്തില്ല. അപ്പോൾ ദൂരെയുള്ളത് കാണാൻ വേണ്ടി എന്ത് ചെയ്തു, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കോൺകേവ് ലെൻസാണ് വെച്ചിരിക്കുന്നത്. ഇത് കോൺകേവ് ലെൻസാണ്. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ ലോങ് സൈറ്റ് ഉള്ള ആൾക്കാർ, ലോങ് സൈറ്റ് മീൻസ് ദൂരെയുള്ളത് അവർക്ക് കാണാം, പക്ഷെ അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മളതാ പഠിക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാം പവർ ഡയോപ്റ്റർ ആയിരിക്കും. നമ്മൾ അതാ പറഞ്ഞത്. ഇപ്പൊ ചിലർക്ക് പോസിറ്റീവ് പവറുള്ള കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ആ കണ്ണാടി കോൺവെക്സ് ലെൻസ് ആണെന്നാണ് അർത്ഥം. കാരണം കണ്ണാടിയുടെ പവർ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പവറുള്ള കണ്ണാടി കോൺവെക്സ് ആണ്. ഇനിയും കണ്ണാടി, ഇപ്പൊ എന്റെ കണ്ണാടിയുടെ നെഗറ്റീവ് -0.75 ആണ് എന്റെ പവർ. അപ്പൊ മൈനസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, നെഗറ്റീവ് പവറുള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. മനസ്സിലായോ എൽജിക്ക്? ഓക്കെ, വേറെ എന്തോ ഡൗട്ട് ചോദിച്ചു? വേറെ നമ്മൾ ഈ ഇന്ന് പഠിച്ചതല്ല, ഇനി മുമ്പിലോട്ട് പഠിച്ചത് എന്ത് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഷോർട്ട് സൈറ്റ്നെസ്സിനല്ലേ മയോപ്പിയ എന്നൊക്കെ പറയുന്നത്? ആണ്. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ? സാർ ഇതിന്റെ അകത്ത് എക്സാമിനില്ല ഈ റേ ഡയഗ്രാംസ് വരയ്ക്കാൻ മാത്രമേ ആയിരിക്കും ഈ ചോദിക്കുന്നത്? ഇതിനകത്ത് ആപ്ലിക്കേഷൻ ലെവലിന് ഒത്തിരി സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. ഇത് റേ ഡയഗ്രാം ഡയറക്റ്റ് ആയിട്ട് റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത്. റേ ഡയഗ്രാം അങ്ങനെ വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ല. ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലാണ്. ഇപ്പം എന്താണ് മിറർ ഫോർമുലയും ലെൻസ് ഫോർമുലയും ഒക്കെ വെച്ച് ചെയ്യുന്ന കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്, ആ ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന പവറൊക്കെ ചോദിക്കും. പവർ ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ലോജിക്കലി പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വേറെ ആരോ ചോദിച്ചായിരുന്നു, എന്തായിരുന്നു? വേറെ ആരോ എന്തോ ചോദിച്ചായിരുന്നു. ആരായിരുന്നു ചോദിച്ചത്? ശ്രേയായിരുന്നു? അല്ല, ഞാനാ സാറ്. മറ്റേ റിഫ്രാക്ഷന്റെ അതിനകത്ത് ഡെൻസർ മീഡിയിൽ നിന്ന് റയർ മീഡിലോട്ട് നോർമലിന്ന് ദൂരോട്ടല്ലേ പോന്നെ? ഡെൻസറിന്ന് റെയറിലോട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ബെൻഡ് അവേ ഫ്രം ദി നോർമൽ.
അപ്പോ ഈ ഡെൻസർ മീഡിയത്തിന്റെ എന്താ റയർ മീഡിയത്തിന്റെ ഉള്ള ആംഗിൾ ഐയു ആറും ഈക്വൽ ആവും എപ്പോഴേലും? ആംഗിൾ ഐയു ആർ ഈക്വൽ ആവുന്ന കേസുകൾ ഉണ്ടാവും. അതെങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ഒരേ ആംഗിളിൽ ഇങ്ങനെ ഇങ്ങനെ ചില ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. രണ്ടും സെയിം മീഡിയം എന്ന് വിചാരിച്ചു. ഇതും വാട്ടർ ആണ്, ഇതും വാട്ടർ ആണ്. ഒരു ചെറിയ റിഫ്രാക്റ്റിംഗ് സർഫസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയിരിക്കുക. ഇങ്ങനെ ഇതാക്കുമ്പോൾ നോക്കിയോ, ഇതല്ലേ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്? സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കത്തില്ലല്ലോ. then ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിഫ്രാക്റ്റീവ് ആംഗിൾ ആയിട്ട് എടുക്കാം. ആംഗിൾ ഇത് ഐ ആർ ഈക്വൽ ഇങ്ങനെ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ രീതിയിലും പറ്റത്തില്ല. മനസ്സിലായി? ഡെൻസറും റെയറും വരുമ്പോൾ ഒരിക്കലും പറ്റത്തില്ല. അല്ലെങ്കിൽ നോർമലി എലിജ എലിജ മൈക്ക് ഓഫ് ആക്കാവോ? സോറി അറിയാ സാർ അതുപോലെ മറ്റേ സൈൻ ഐ ബൈ സൈൻ ആർ വെച്ച് ഇക്വേഷൻ ചെയ്യുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിക്കണോ? പിന്നെ സൈനൈ ബൈ സൈനാർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മാത്സ് ട്രിഗ്നോമെട്രി പഠിക്കും. അതിനകത്ത് സൈൻ 30 ബൈ സൈൻ 45 എന്നൊക്കെ അങ്ങനെ അറിയാവുന്ന വാല്യൂസ് ഒക്കെ വെച്ചിട്ടുള്ളത് ചോദിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ സൈൻ 30 നിങ്ങളിപ്പോൾ പഠിക്കും 1/2 ആണെന്ന് പഠിക്കും. സൈൻ 45 1/√2 ആണെന്ന് പഠിക്കും. ഇത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/2 ഇൻറ്റു √2/1 എന്ന് വരും. അതായത് √2/2 ആയിരിക്കും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ. √2ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1.414 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ. ഇങ്ങനെയൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കത്തില്ലയോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ചോദിക്കാൻ സാധ്യതയുള്ളൂ. അല്ല, ഈ ചാപ്റ്ററിൽ ആ ലോയെ ബേസ് ചെയ്ത് വരുവോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ ചാപ്റ്ററിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കാൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചോദിക്കണമെങ്കിൽ സൈൻ എ ബൈ സൈൻ ആർ വെച്ചിട്ട് ചോദിക്കാം, v1/v2 വെച്ചിട്ട് ചോദിക്കാം. ഈ വേറൊരു സാധനം നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു. എന്താണെന്നറിയാമോ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, അത് അവിടോട്ടൊന്ന് എഴുതി വെച്ചേക്കണേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറയുമ്പോൾ n2/n1 എന്നും കൂടെ എഴുതി വെച്ചേക്കണം. ഇതും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷനാണ്. അതായത് രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെപ്പറേറ്റ് ആയിട്ട് തരുവാണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് രണ്ടാമത്തെ മീഡിയത്തിന്റെ നമ്മൾ ഏതൊക്കെ ഇക്വേഷനാണ് പഠിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 ഒരു ഇക്വേഷൻ പഠിച്ചു, സൈൻ ഐ ബൈ സൈൻ ആർ. ആണോ അക്ഷിത? രണ്ടാമത്തെ ഇക്വേഷൻ n21 v1/v2 ആണോ? മൂന്നാമത്തെ ഇക്വേഷൻ n21 c/v ആണോ? നാലാമത്തെ ഇക്വേഷൻ ഒരെണ്ണം കൂടെ ഉണ്ട്, n21 n2/n1. അതായത് n2 എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2, n1 എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1. ഇത് രണ്ടും ഡയറക്ട്ലി തരുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഇത് ഡയറക്റ്റ് ഉപയോഗിക്കും. ഇതും കൂടെ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചോണം, ഒരു ചില്ലിട്ടിട്ട്. ആ ടോപ്പിലോട്ട് വല്ല ബുക്കിന്റെ ടോപ്പിൽ വല്ല എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഒരു കാര്യം കൂടെ നിങ്ങൾ എഴുതി വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോവാണ്. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നാളെ ചെയ്യാം. ഇന്ന് ഇപ്പോൾ ചെയ്യിക്കാൻ സമയമില്ല. നാളെ നമുക്ക് ന്യൂമറിക്കലിന് വേണ്ടി നാളെ ക്ലാസ് എടുക്കാം. നോക്കിക്കോളൂ, ഇതൊന്ന് നോക്കി വെച്ചോണം. അതായത് നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ അനുസരിച്ച് ഇമേജിൻ്റെ സൈസും ഇമേജിൻ്റെ നേച്ചറും നമുക്ക് അറിയാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെച്ചോണം. അതായത് ഹെഡിങ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എഴുതിക്കോ. വെരി ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ട് if m is equal to 1, magnification 1 ആണെങ്കിൽ image size is same as that of object size. Image size is same as that of object size. Object size. ഇനി മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്ട് സൈസ്. അതായത് ലാർജ് ഇമേജ് എന്ന് പറഞ്ഞാൽ എൻലാർജ് ഇമേജ് നോർത്താൽ മതി. മറ്റേ എൻലാർജ് എന്നൊക്കെ നമ്മൾ എഴുതത്തില്ല, എൻലാർജ് സെയിം സൈസ് എന്ന് ഓർത്താൽ മതി. നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒബ്ജക്ട് സൈസ്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് സൈസ്, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം. ഇമേജ് സൈസ് എന്തായിരിക്കും? ഇമേജ് സൈസ് ഈസ് സ്മോളർ. ഇത് ഇമേജ് സൈസ് ഇസ് ഗ്രേറ്റർ എന്ന് എഴുതേണ്ട, ലാർജർ എന്ന് എഴുതണേ. ഇമേജ് സൈസ് ഇസ് ലാർജർ ദാൻ ഒബ്ജക്ട് സൈസ്. ഇമേജ് സൈസ് ഇസ് സ്മോളർ ദാൻ ഒബ്ജക്ട് സൈസ്.
ഇനിയും അതേപോലെ തന്നെ നോക്കിക്കോളൂ, മാഗ്നിഫിക്കേഷൻ ഒരു പോസിറ്റീവ് വാല്യൂ എടുക്കുക ഞാൻ. ഇഫ് എം ഈസ് പോസിറ്റീവ്, ഇമേജ് എന്തായിരിക്കും എന്ന് അറിയാമോ? ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ ഇമേജ് ഈസ് എന്തായിരിക്കും എന്ന് അറിയാമോ? ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ട്. ഇത് ബൈഹാർട്ട് ചെയ്യണം. ഈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ വാല്യൂവിനകത്ത് 1നേക്കാളും ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ് നെഗറ്റീവ്. പക്ഷെ ലെസ് ദാൻ 1നകത്ത് എന്ത് വരത്തില്ല? നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല. 0.1നും 0.9നും ഇടയ്ക്കുള്ള സംഖ്യകളാണ് വരുന്നത് കേട്ടോ. അതായത് ഇവിടെ നെഗറ്റീവ് വാല്യൂസ് വരത്തില്ലേ, നെഗറ്റീവ് വാല്യൂ എന്ന കൺസെപ്റ്റ് മാറിപ്പോകും കേട്ടോ. ക്ലിയർ ആണോ? ഇത് ബൈഹാർട്ട് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ 1ന് ഈക്വൽ ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും ഇമേജിന്റെ. മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജിന്റെ സൈസ് വലുതായിരിക്കും. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 വരുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല. ആ നെഗറ്റീവിനെ അവിടെ കൂട്ടത്തില്ല. നെഗറ്റീവ് വന്നാലും നെഗറ്റീവിനെ കൂട്ടത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. -2 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം 1നേക്കാളും ചെറുതാണെന്നല്ല, ഈ നെഗറ്റീവ് അവിടെ കൂട്ടത്തില്ല, 2 ആ കൂട്ടുന്നത്. 2 എന്ന് പറയുമ്പോൾ എമ്മിനെ എന്താണ് 1നേക്കാളും വലിയ സംഖ്യയാണ്, അപ്പോൾ ലാർജ് സൈസ്. ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതെങ്ങനെ ലോജിക്ക് വന്നതെന്ന് അറിയാമോ? നമുക്കറിയാം മാഗ്നിഫിക്കേഷന്റെ കൺസെപ്റ്റ് എന്താ? മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു HI/HO ആണല്ലോ. ഓക്കെ, ഞാൻ ശ്രേയോടാണ് ചോദിക്കുന്നത്. ശ്രേയ മൈക്കോണാക്കി. ഹൈറ്റ് ഓഫ് ഇമേജ് 2 വന്നു, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 വന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈക്വൽ 1 വന്നപ്പോൾ ഇമേജിന്റെ സൈസും 2 ആണ്, ഒബ്ജക്റ്റിന്റെ സൈസും 2 ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? മാഗ്നിഫിക്കേഷൻ 1 വന്നു കഴിഞ്ഞാൽ ഇമേജ് സൈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് സൈസ് എന്നല്ലേ? ശരിയായില്ലേ ലോജിക്ക്? ഇനി മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI/HO തന്നെയാണ്. ഹൈറ്റ് ഓഫ് ഇമേജ് 3 സെന്റിമീറ്റർ വന്നു, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ വന്നു. അപ്പോൾ 3/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1.5 ആയിട്ടുള്ളതാണ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 വന്നപ്പോഴത്തേക്കും നമ്മൾ ഇമേജ് സൈസ് ലാർജർ ദാൻ ഒബ്ജക്ട് സൈസ് എന്നാ പറഞ്ഞത്. ശരിയല്ലേ? ഇമേജ് സൈസ് 3, ഒബ്ജക്ട് സൈസ് 2 ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ വന്നു. അതായത് ഹൈറ്റ് HI/HO ആണ്. ഇമേജിന്റെ ഹൈറ്റ് ഞാനൊരു 5ഉം ഒബ്ജക്റ്റിന്റെ സൈസ് 10ഉം എടുക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 0.5 അപ്പൊ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇമേജ് സൈസ് ഈസ് സ്മോൾ ദാൻ ഒബ്ജക്ട് സൈസ്. അപ്പൊ കണ്ടോ, ഓൾറെഡി നമ്മൾ എഴുതിയപ്പോഴും ഇമേജ് സൈസ് 5ഉം ഒബ്ജക്ട് സൈസ് വലുതുമായിരുന്നു. മനസ്സിലായോ? ഇതാണ് ലോജിക്ക്. പിന്നെ ഇത് ബൈഹാർട്ട് ചെയ്യുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വലും ഇറക്റ്റും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ റിയലും ഇൻവെർട്ടഡും. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. അക്ഷരയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഏജിക്ക് മനസ്സിലായോ? ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ വെർച്വലും ഇതും വരുന്നത് എങ്ങനെയാ? തല തിരിഞ്ഞ ഇമേജ് ആണെങ്കിൽ റിയലും ഇൻവെർട്ടഡും. തല നേരെ നിൽക്കുന്ന ഇമേജ് ആണെങ്കിൽ വെർച്വലും ഇറക്റ്റും വരുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വെർച്വൽ വരുമ്പോൾ എന്തായാലും ഇറക്റ്റ് വരും, റിയൽ വരുമ്പോൾ എന്തായാലും ഇൻവെർട്ടഡ് വരും. ഓക്കെ, അതൊരു കാര്യം ചെയ്യാതെ നമുക്ക് അടുത്ത ദിവസം ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഇത് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇത് ബൈഹാർട്ട് ചെയ്യുക. ഈ സാധനം ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ ആണോ?
ഇനി നോക്കിയോ, ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു സമയമാണ്. ഈ ചാപ്റ്റർ തീർന്നു. അപ്പം ഡൗട്ട് ചോദിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ച് ചോദിക്കുക. എല്ലാം കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം.